നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 സേ പരീക്ഷയ്ക്ക് ഏകദേശം 90 ദിവസങ്ങൾ. 90 ദിവസങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. 90 ദിവസമുണ്ട്, 3 മാസം പെട്ടെന്ന് തീരും. സേ എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചോളം റെഗുലർ സ്റ്റുഡൻസിൻ്റെ കൂട്ടുമല്ല, നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമേ ഇനി നിങ്ങൾക്ക് ജയിക്കത്തുള്ളൂ എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, രക്ഷകർത്താക്കൾക്കും എല്ലാവരും അറിയാം. വീണ്ടും ഉഴപ്പുന്ന കുട്ടികളുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ പഠിക്കുന്ന +2 പഠിക്കുന്നതിനോടൊപ്പം സേ എഴുതുന്നതിനോടൊപ്പം ജോലി ചെയ്യുന്ന കുട്ടികളുണ്ട്. നിങ്ങൾക്ക് കമൻസ് ഇടാം. വേറെ കോഴ്സ് പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇവരുടെ എല്ലാവരുടെയും മനസ്സിലാഗ്രഹം, എഴുതുന്ന 99% കുട്ടികളെ അല്ലെങ്കിൽ 100% കുട്ടികളുടെ ആഗ്രഹം +2 ഏത് വിഷയമായാലും ഞങ്ങൾക്ക് എഴുതിയെടുക്കണം എന്നുള്ളതാണ്. അപ്പം അതിന് നിങ്ങൾക്ക് ചെയ്ത് തരാൻ പറ്റുന്നത്, ഇപ്പം നമ്മൾ ഈ ആഴ്ച തുടങ്ങരുന്നതാണത്. ഡിസംബർ 1-ാം തീയതി മുതൽ നമ്മൾ നമ്മുടെ ഓൺലൈൻ ബാച്ചസിന് വേണ്ടി 5 ക്വസ്റ്റ്യൻസ്, ഒരാഴ്ച 5 ക്വസ്റ്റ്യൻസ്. നിങ്ങൾ 5 ക്വസ്റ്റ്യൻസ് വെച്ച് പഠിച്ചാൽ മതി. പക്ഷേ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാ വിഷയങ്ങളും, അത് ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ ബോട്ടണിയോ സുവോളജിയോ ഇംഗ്ലീഷോ കൊമേഴ്സിലെ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസിലായിക്കോട്ടെ, നിങ്ങൾ അത് മാത്രം പഠിച്ചുകൊണ്ട് പോവുക. അതിൻ്റെ വീഡിയോ ക്ലാസ്സുകളും സിമ്പിളായിട്ടുള്ള നോട്ട്സും പഠിച്ചുകൊണ്ട് പോവുക. ഉറപ്പിക്കാം, നമുക്ക് യൂട്യൂബിലൊക്കെ ഇടുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇട്ട് കഴിഞ്ഞാൽ, ഓൺലൈൻ ബാച്ചിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടിയോ അല്ലെങ്കിൽ നിങ്ങൾ 5 വിഷയത്തിന് 6 വിഷയത്തിന് പോയിട്ടുണ്ടോ, നിങ്ങൾ എല്ലാ വിഷയത്തിനും പാസ്സാവും. പക്ഷെ പറയുന്നത് പോലെ അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചാൽ മാത്രം മതി. അത് നിങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് താല്പര്യമുള്ള കുട്ടികൾക്ക് അടുത്ത ബാച്ചസിൽ ജോയിൻ ചെയ്യാം. അടുത്ത വെള്ളിയാഴ്ചയും അടുത്ത ഞായറാഴ്ചയൊക്കെ പുത്തൻ ബാച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സപ്പ് നമ്പറും ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്ന് കൃത്യമായിട്ട് കൊടുക്കുക. വോയിസ് മെസ്സേജ് ഇടാതെ അത് ടെക്സ്റ്റ് മെസ്സേജ് ഇടുക. കൃത്യമായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നിങ്ങൾക്ക് ചേരാം. എന്തായാലും ഒരു ലാസ്റ്റ് ചാൻസ് ആയിട്ട് എടുക്കുക, ബെസ്റ്റ് ചാൻസ് ആയിട്ട് എടുക്കുക. കാരണം ഇനിയും വരാൻ പോകുന്ന മാറ്റങ്ങൾ, വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന ഒരുപാട് മാറ്റങ്ങളാണ്. ഗവൺമെൻറ് എങ്ങനെയെങ്കിലും നല്ല വശങ്ങളല്ല, ഏറ്റവും മോശം വശങ്ങളിലേക്കാണ് പോകുന്നത്. അന്നേരം നിങ്ങൾ മാക്സിമം നന്നായിട്ട് എക്സാം എഴുതി എല്ലാവരും ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.